ഹായ് ഫ്രണ്ട്സ്, ഫോൺ നിലത്ത് വീണ് പൊട്ടി അതിൻ്റെ ടച്ച് വർക്ക് ചെയ്യാതിരിക്കാറുണ്ട്. നമ്മളിതൊന്ന് ശരിയാക്കാൻ നോക്കിയാൽ ഇപ്പോൾ വരുന്ന ഫോണിൻ്റെ ടച്ചും ഡിസ്പ്ലേയും ഒരുമിച്ചാണ് വരുന്നത്. അത് നല്ല റേറ്റ് ആവും. തന്നെയുമല്ല, നമ്മുടെ വീട്ടിലാരുടെയെങ്കിലോ പേഴ്സണൽ ഫോട്ടോസ് ഫോണിലുണ്ടെങ്കിൽ നമ്മളത് സർവീസ് സെൻറ്ററിലോ കടയിലോ കൊടുത്ത് മാറാനൊന്നും മടിക്കും. പോയിട്ട് പുതിയൊരു ഫോൺ വാങ്ങും. അപ്പോൾ നമ്മുടെ പഴയ ഫോണിൽ, ടച്ച് പൊട്ടിയ ഫോണിൽ കുറേ ഫോട്ടോസും നമ്മളുടെ കുറേ ഡേറ്റകളും ഉണ്ടായിരിക്കും. അത് നമുക്ക് പുതിയ ഫോണിലേക്ക് ടച്ച് മാറാതെ തന്നെ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഒപ്പം ഈ ടച്ച് പൊട്ടിയ ഫോൺ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾക്കായി കുട്ടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതിനുള്ള ഒരു ട്രിക്കാണ് ഇന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു OTG ആണ്. OTG എന്നാൽ പെൻ ഡ്രൈവോ USB ഡിവൈസുകളോ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഡിവൈസാണ് OTG. അതിൻ്റെ ഒരു സൈഡിൽ USB കണക്ട് ചെയ്യാം, മറു സൈഡ് നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാം. ഇനി വേണ്ടത് ഒരു USB മൗസാണ്. മൗസ് രണ്ട് ടൈപ്പ് ഉണ്ട്, PS2 മൗസും USB മൗസും. ഇതിൽ നമുക്ക് USB മൗസാണ് വേണ്ടുന്നത്. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൗസ് എടുത്ത് OTGയുടെ USB പോർട്ടിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം OTG എടുത്ത് ഫോണിലേക്ക് കണക്ട് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ മൗസിൻ്റെ കഴ്സറിൻ്റെ ഒരു ആരോ കാണാം. ഇനി നിങ്ങൾക്ക് ഈ ഫോൺ മൗസ് ഉപയോഗിച്ച് സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ ഫോൺ ഉപയോഗിക്കാവുന്നതാണ്. വാട്സപ്പും ഗൂഗിൾ മീറ്റും ഉപയോഗിക്കാം, ഒപ്പം ഓൺലൈൻ ക്ലാസ്സിനും ഉപയോഗിക്കാൻ പറ്റും. മൗസിലാകെ ശ്രദ്ധിക്കേണ്ടത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്യാനും അതിൻ്റെ റൈറ്റ് ബട്ടൺ ബാക്ക് പോകാനുമാണ് ഉപയോഗിക്കുന്നത്. അതായത് റൈറ്റ് ബട്ടൺ അമർത്തിയാൽ നമ്മൾ നിൽക്കുന്ന പേജിൽ നിന്നും ബാക്കിലേക്ക് പോകും. മെനു എടുത്ത് ഓരോ പേജിലേക്ക് മാറ്റാൻ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് സ്വൈപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോയോ മറ്റ് ഡേറ്റകളോ മറ്റൊരു ഫോണിലേക്ക് മാറ്റാനായി ഫയൽ മാനേജറോ ഗാലറിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫയൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാനായി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ഫോട്ടോസ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം മോറിലോ ഓപ്ഷനിലോ പോയിട്ട് ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ എക്സ്റ്റൻഡർ ഉപയോഗിച്ച് വേണമെങ്കിലും ഷെയർ ചെയ്തെടുക്കാം. ചില ഫോണുകളിൽ OTG സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ഫോണുകളിൽ ഈ ട്രിക്ക് വർക്ക് ചെയ്യില്ല. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.